ഹായ് ഹലോ കൂട്ടുകാരെ. ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മീൻകറിയാണ്. ചൂര മുളകിട്ടൊരു മീൻകറിയാണ്. അപ്പോൾ അതിനകത്തൊക്കെ ആവശ്യമായിട്ടുള്ള സവാള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടി നല്ല പുളിയ കുടംപുളിയെല്ലാം ഇട്ട് നമ്മൾ നല്ല പേസ്റ്റ് പദത്തിലാക്കിയിട്ടുണ്ട്. കറിവേപ്പില ഇട്ടിട്ട് കുടംപുളിയൊക്കെ ഇട്ട് നമ്മൾ നല്ല പേസ്റ്റ് പദത്തിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഒരു ലേശം ഫിഷ് മസാല ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലതുപോലെ മിക്സാക്കി കൊടുക്കണം. മുളകും എല്ലാം കൂടി മിക്സ് ചെയ്ത് ചുവയൊന്ന് മാറുന്നതിന് വരെ നല്ലതുപോലെ നമ്മൾ മിക്സാക്കണം. അപ്പോൾ നല്ലതുപോലെ മിക്സായിട്ടുണ്ട്. ഇതിനകത്തേക്ക് വെള്ളം ഒഴിക്കും. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് എല്ലാം സെറ്റാക്കി ഇത് തിളയ്ക്കണം. തിളയ്ക്കുന്ന നമ്പർ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ മീൻകറി അപ്പുറത്ത് റെഡിയാക്കുന്നുണ്ട്. ഇപ്പുറത്താണ് ചോറിന് ഉള്ള അരി എല്ലാം തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആണ് നമ്മുടെ കറി വെക്കാനുള്ള മീൻ കേട്ടോ. ചൂര കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കറി തിളയ്ക്കുമ്പോഴത്തേക്ക് ഞാൻ ഇടും. അപ്പോൾ കാണിക്കാം. ഇതിൻ്റെ ഇടയ്ക്കൂടെ തന്നെ നമ്മളാണ് വെജിറ്റബിൾ എല്ലാം വേവാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതെല്ലാം ഒരേ ടൈമിനാണ് നടക്കുന്നത്. മീൻകറി, ചോറ്, വെജിറ്റബിൾ കറി ഇതെല്ലാം ഒരേ ടൈമിനാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ കറി തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിനകത്തോട്ട് മീനിടാൻ പോവാണ് കേട്ടോ. മീനിടാൻ പോവാണ്. ഓക്കെ, മീനിടുന്നതിന് മുന്നോടിയായിട്ട് വെജിറ്റബിൾ കുറുമ റെഡിയാക്കിയിട്ടുണ്ട്. വെജിറ്റബിൾ കുറുമ സിമ്പിൾ പരിപാടിയാണ്. വെജിറ്റബിൾ കുറുമ അടുത്ത വീഡിയോ ഞാൻ വെജിറ്റബിൾ കുറുമ വെക്കുന്ന റെസിപ്പി ഇടുന്നതായിരിക്കും കേട്ടോ. നമ്മുടെ മീനിട്ട് ഒരു 15 മിനിറ്റ് മീൻ തിളയ്ക്കണം. ഓക്കെ, അപ്പം എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാം എൻ്റെ വീഡിയോ കണ്ട് ലൈക്ക്, ഷെയറൊക്കെ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റുകൾ എന്നെ അറിയിക്കണം. ഓക്കെ, കൂട്ടാക്കാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ കണ്ട് എന്നെ കൂട്ടാക്കണം. അരി നല്ല വേവുള്ള അരിയാണ്. അപ്പം നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. നല്ല മുളക് ഇട്ട് നല്ല സെറ്റായിട്ടുള്ള ചൂരക്കറി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സന്തോഷമായിട്ട് സ്വീകരിക്കുന്നു. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോകളെല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യുക, കമൻറ്റുകൾ അറിയിക്കുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ നാളെ ഞാൻ വേറൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ ബൈ ബൈ.